ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനം. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികൾ. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം ആയിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ AD 1453 തുർക്കികളാൽ ആക്രമിക്കപ്പെട്ടു. ഇത് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യന്മാർക്ക് കടൽമാർഗം ഇന്ത്യയിലേക്കുള്ള ഒരു വാണിജ്യപാത കണ്ടെത്തുക ആവശ്യമായി വന്നു. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ ഡച്ചുകാർ. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് യൂറോപ്യന്മാർ കേരളത്തിൽ കച്ചവടത്തിനായി എത്തുന്നത്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ, പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ, ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ അല്ലെങ്കിൽ നെതർലൻഡുകാർ, വെള്ളക്കാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ, യവനർ എന്നറിയപ്പെടുന്നത് ഗ്രീക്കുകാർ, ഷീമക്കാർ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാർ. ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ വാസ്കോഡോ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. വാണിജ്യ വികസനമായിരുന്നു പോർച്ചുഗീസുകാരുടെ അടിയന്തര ലക്ഷ്യം. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് വാസ്കോഡോ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. 1498 മെയ് 20-ന് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. വാസ്കോഡ ഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിൽ എത്തി. വാസ്കോഡോ ഗാമ സഞ്ചരിച്ച കപ്പൽ സെന്റ് ഗബ്രിയേൽ. വാസ്കോഡോ ഗാമയെ അനുഗമിച്ച കപ്പൽ സെന്റ് റാഫേൽ ദി ബറിയോ. വാസ്കോഡോ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവ. വാസ്കോഡോ ഗാമ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളി സെന്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചി, പിന്നീട് അത് ലിസ്ബണിലെ ജെറോനിമസ് കത്തീഡ്രലിലോട്ട് മാറ്റി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അഡ്മിറൽ ഓഫ് ദ ഇന്ത്യൻ ഓഷൻ എന്ന് വാസ്കോഡോ ഗാമയെ വിശേഷിപ്പിച്ചത് ഡോം മാനുവൽ രാജാവ്. അൽവാരിസ് കബ്രാൾ. പോർച്ചുഗീസ് രാജാവ് രണ്ടാമത്തെ പര്യടന സംഘം പെഡ്രോ അൽവാരിസ് കബ്രാളിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലോട്ട് അയച്ചത്. കബ്രാളിന്റെ പ്രതിനിധിയായ ഐറിസ് കൊറിയ സാമൂതിരിയുമായി ഒരു ധാരണയിൽ എത്തുകയും തൽഫലമായി കോഴിക്കോട്ടൊരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം ലഭിക്കുകയും ചെയ്തു. ജാവോ ഡി നോവ. കബ്രാൾ നാട്ടിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ ജാവോ ഡി നോവയുടെ നേതൃത്വത്തിൽ മൂന്നാമതൊരു പര്യടന സംഘം ഇന്ത്യയിലേക്ക് തിരിച്ചു. വാസ്കോഡോ ഗാമയുടെ രണ്ടാം വരവ്. 1502 ഫെബ്രുവരിയിൽ വാസ്കോഡോ ഗാമയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ഡോം മാനുവൽ രാജാവ് ഇന്ത്യയിലോട്ട് അയച്ചു. വാസ്കോഡോ ഗാമയുടെ കപ്പലുകൾ ഇപ്രാവശ്യം 5 ദ്വീപിലാണ് അടുത്തത്. ഫ്രാൻസിസ്കോ ഡി അൽമേഡ. കിഴക്കൻ ദേശങ്ങളിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജപ്രതിനിധിയായി നിയമിതനായത് 1505 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. 5 ദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്തു. കണ്ണൂർ കോട്ടയ്ക്ക് സെന്റ് ആഞ്ചലോ കോട്ട എന്ന പേര് നൽകി. ഇന്ത്യയിലെ ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീലജല നയം നടപ്പിലാക്കി. ഇന്ത്യയിൽ നിന്ന് തിരിച്ചുപോയത് 1509. ഫ്രാൻസിസ്കോ ഡി അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയ്. 1509 നിയമിതനായി. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചു. സമുദ്രത്തിൽ ആധിപത്യമുറപ്പിച്ച് പോർച്ചുഗീസുകാരുടെ വാണിജ്യം ഭദ്രമാക്കുക മാത്രമായിരുന്നില്ല, നാടുകൾ വെട്ടിപ്പിടിച്ചും നയതന്ത്രം കൊണ്ടും കീഴടക്കിയും ഇന്ത്യയിൽ ഒരു പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിക്കുകയായിരുന്നു അൽബുക്കർക്കിന്റെ ലക്ഷ്യം. പോർച്ചുഗലിൽ നിന്ന് മാർഷൽ കുട്ടിൻഹോവിന്റെ നേതൃത്വത്തിൽ ഉള്ള നാവിക സൈന്യത്തെ ഉപയോഗിച്ച് കോഴിക്കോട് നഗരം ആക്രമിച്ചു.
ഫ്രാൻസിസ്കോ ഡി ആൽബുക്കർക്കിന്റെ ഭരണപരിഷ്കാരങ്ങൾ. അഴിമതിക്കാരായ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വാണിജ്യം നിർത്തലാക്കി. നീതി പരിപാലനം കർശനമാക്കി. സതി നിരോധിച്ചു. മിശ്ര കോളനി സമ്പ്രദായം സ്ഥാപിച്ചു. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. പുതിയ നാണയങ്ങൾ നടപ്പിലാക്കി. ഇന്ത്യക്കാരെ സ്വന്തം സൈന്യത്തിൽ ചേർത്ത് യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം നൽകി. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റി. വിജയനഗര സാമ്രാജ്യവുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവച്ചു. പോർച്ചുഗീസുകാരുടെ അധപതനം. പോർച്ചുഗീസുകാർ തങ്ങൾക്ക് അധീനമായ പ്രദേശങ്ങളിൽ കാര്യക്ഷമമായ ഒരു ഭരണം സ്ഥാപിക്കുന്ന കാര്യത്തിൽ പരാജയമടഞ്ഞു. കേരളത്തിലെ പോർച്ചുഗീസ് ഗവൺമെന്റിന് സ്വന്തമായി ഒരു സൈനിക ശക്തി ഉണ്ടായിരുന്നില്ല. ചില ഭരണാധികാരികൾ അത്യാഗ്രഹികളും അഴിമതിക്കാരും ഭരണകാര്യങ്ങളിൽ പിടിപാടില്ലാത്തവരുമായിരുന്നു. പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ അനിയന്ത്രിതമാം വിധം സാർവത്രികമായിരുന്ന സ്വജനപക്ഷപാതം. പോർച്ചുഗീസുകാരുടെ മതപരമായ നയം ഉദാരമോ സാംസ്കാരികാധിഷ്ഠിതമോ ആയിരുന്നില്ല. പോർച്ചുഗീസുകാരുടെ നീതി നിർവഹണം നിഷ്പക്ഷമായിരുന്നില്ല. ശിക്ഷാവിധികൾ മനുഷ്യത്വഹീനവും അപരിഷ്കൃതവുമായിരുന്നു. കേരളീയ ജനങ്ങളുടെ വിശ്വാസവും പിന്തുണയും നേടിയിരുന്നില്ല. പോർച്ചുഗീസ് ഭരണാധികാരികളും പോർച്ചുഗീസ് മതമേധാവികളും തമ്മിൽ ഭിന്നതയുണ്ടായിരുന്നു. കുഞ്ഞാലിമാരുടെ പതനം പോർച്ചുഗീസുകാരുടെ നില വീണ്ടെടുക്കാൻ അവരെ സഹായിച്ചില്ല. സിലോണിൽ പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്ന ഉറച്ച താവളങ്ങളിൽ നിന്ന് അവരെ ഡച്ചുകാർ പുറത്താക്കി. കൊല്ലവും കൊടുങ്ങല്ലൂരും പുറക്കാടും കൊച്ചിയും കണ്ണൂരും പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ പിടിച്ചെടുത്തു. അടുത്ത കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. വാസ്കോഡ ഗാമ മൂന്നാമതായി ഇന്ത്യയിലെത്തിയത് 1524 പോർച്ചുഗീസ് വൈസ്രോയ് ആയിട്ടാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡോ ഗാമ. വാസ്കോഡോ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡോ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് KM പണിക്കർ. വാസ്കോഡോ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ 1497. വാസ്കോഡോ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ ബെൻഹോ. വാസ്കോഡോ ഗാമയുടെ സംഘത്തിലെ മറ്റ് കപ്പലുകൾ സെന്റ് റാഫേൽ, സെന്റ് ബെറിയൽ. സെന്റ് റാഫേലിന്റെ ക്യാപ്റ്റൻ പൗലോഡോ ഗാമ വാസ്കോഡോ ഗാമയുടെ സഹോദരൻ. ബെറിയയുടെ ക്യാപ്റ്റൻ നിക്കോളോ കോവിൽഹോ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചി, പിൽക്കാല തലസ്ഥാനം ഗോവ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ബർത്തലോമിയോ ഡയസ് 1488. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി പെറോ ഡ കോവിൽഹ. The Mattancherry Palace was originally built by the Portuguese. ഷെയ്ഖ് സൈനുദ്ദീന്റെ തുഖ്ഫത്തുൽ മുജാഹിദീൻ അദ്ദേഹം സമർപ്പിച്ചതാർക്ക്? ബിജാപൂർ സുൽത്താന്. താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തി. ശരി. 1500 പെഡ്രോ അൽവാറസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. അതും ശരി. 1502 വാസ്കോഡ ഗാമ രണ്ടാം തവണ കേരളത്തിലെത്തി. അതും ശരി. പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലോതിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. അതും ശരി. അപ്പം 4 പ്രസ്താവനകളും ശരിയാണ്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് 1628. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഗോവ, ദാമൻ ആൻഡ് ദിയു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് 463 വർഷം, 1498 മുതൽ 1961 വരെ. ആദ്യമായി ഇന്ത്യയിൽ എത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടു പോയതുമായ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് 1510. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാർ പോർച്ചുഗീസുകാർ. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്നത് കാപ്പാട്. പോർച്ചുഗീസുകാർ കലേക്കുറ്റ് എന്ന് വിളിച്ചിരുന്ന സ്ഥലം കോഴിക്കോട്. ഇന്ത്യയിൽ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ അന്റോണിയോ വാസലോ ഇ സിൽവ 1958 മുതൽ 61 വരെ.
പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത് 1961 ഡിസംബർ 19. ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് VK കൃഷ്ണമേനോൻ. പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടകൾ: കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ട, തൃശൂരിലെ കോട്ടപ്പുറം കോട്ട, കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട, കൊല്ലത്തെ തോമസ് കോട്ട. പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരക്കാറും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതി തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്രകൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്ന കൃതി തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ അറബി. തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച കാലഘട്ടം 16-ാം നൂറ്റാണ്ട്. പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി വിവരിക്കുന്ന മറ്റ് ഗ്രന്ഥങ്ങൾ: ഫത്ഹുൽ മുബീൻ രചിച്ചത് ഖാസി മുഹമ്മദ്, ഫാത്തുൽ മുജാഹുദ്ദീൻ രചിച്ചത് സൈനുലബ്ദീൻ. ഖാസി മുഹമ്മദ് രചിച്ച മറ്റൊരു അറബി മലയാളം കൃതിയാണ് മുഹ്റുദ്ദീൻ മാല. ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യം ഫത്ഹുൽ മുബീൻ. വ്യക്തമായ വിജയം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത പാർട്ടുമായി പുതിയൊരു വീഡിയോയിൽ കാണാം.